അങ്കുലി മർദ്ദിത നമ്മളിങ്ങനെ വെക്കുമല്ലോ സാനിറ്റൈസർ വെച്ച് ഇങ്ങനെ നല്ലോണം. അങ്കുലി എന്ന് വെച്ചാൽ നമ്മളെ വിരലുകളാണ്. അങ്കുലി മർദ്ദിത ദ്രാവക ബാഷ്പ സമഞ്ജ സരൂപിത രോഗ കൃമി ശമനോപാധിത ഹസ്തക്ഷാളന ദ്രാവകം. ഇതാണ് സാനിറ്റൈസറിന്റെ പച്ചമലയാളം. അതുപോലെ ബെഞ്ച്, നല്ല ഒന്നാന്തരം ഇംഗ്ലീഷ് വാക്കാണ്, ആംഗലേയമാണ്. ബെഞ്ച് കഴിഞ്ഞു, പക്ഷെ അതിന്റെ പച്ചമലയാളം 4 കാലിൽ കുത്തിപ്പൊക്കി ആസനം താങ്ങി നീളം പലക. കുറെ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില വാക്കുകൾ, ചില സ്ഥലപ്പേരുകൾ ഇങ്ങനെയൊന്നും നമ്മുടെ നാക്കിൻ തുമ്പത്ത് ദാ വന്നിരിക്കുന്നു, പക്ഷെ നമുക്കത് പറയാൻ കഴിയും. തരം മറവികൾ ഉണ്ടാകുന്നുണ്ട്. ഈ മറവികൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ അൽഷിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ചില സ്ഥലപ്പേരുകൾ മറന്നു പോവുക, ചില വ്യക്തികളുടെ പേരുകൾ മറന്നു പോവുക, അങ്ങനെയുള്ള പല പല വിഷയങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന് ഏത് രീതിയിലുള്ള ഫിസിക്കലായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ വ്യായാമം, അതായത് യോഗയോ മെഡിറ്റേഷനോ ഏതെങ്കിലും ഒന്നുകിൽ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ധ്യാനമോ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ലെവൽ കൂടും. ഏകാഗ്രത കിട്ടിയാൽ പിന്നെ പഠിക്കുന്ന ഒറ്റ ചിന്തയെ വരത്തുള്ളൂ. ഇത് പല ചിന്തകളും നമ്മളെ മഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതങ്ങ് നമ്മൾ വിട്ടുപോകും. ഒരു സംഭവം ഒരാളെ വിളിക്കാൻ പോകുന്നു, ആ വിളിക്കേണ്ട ആളിനെ അപ്പോഴും തന്നെ വിളിച്ചില്ലെങ്കിൽ ഇനി കുറച്ച് സമയം കഴിയട്ടെ എന്നാണ് എല്ലാവരും. നമ്മൾ മലയാളികൾ പൊതുവേ മടിയന്മാരാണ്, എന്ന് വെച്ചാൽ ലേസിയാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഈ കഴിയട്ടെ നമുക്ക് വേറെ ഒരു വർക്കില്ല. പക്ഷേ അപ്പോഴും വന്ന ആ കാള് അപ്പോഴും തന്നെ അറ്റൻഡ് ചെയ്ത് അവരെ വിളിക്കുകയാണെങ്കിൽ ആ ജോലി അങ്ങ് തീർന്നു, അവിടെ തീർന്നു. ഇത് പിന്നെ പെൻഡിങ് ആയി അവർ ചോദിക്കുന്നു എന്നെ വിളിച്ചില്ലല്ലോ, എന്ത് പറ്റി ഇത് അങ്ങനെ. അപ്പോൾ അങ്ങനെ കൊണ്ട് നമ്മൾ കൃത്യമാണ്, ചിട്ടയാവണം. ഓർഡറായിട്ട് നമ്മൾ ചിട്ടയായി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നമ്മളെ വയസ്സിനനുസരിച്ച് നമ്മളെ ഓർമ്മയെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പം ഞാൻ നേരത്തെ കുറച്ച് പ്രാക്ടീസ് കാര്യങ്ങൾ പറഞ്ഞു, ഇത് തീർന്നില്ല. ഗ്ലാസ് ഉണ്ട് കേട്ടോ, ആ വെള്ളം കുടിക്കുന്ന ഗ്ലാസിൻ്റെ അത് സുതാര്യമാണല്ലോ, നമ്മൾ ഗ്ലാസ് കൂടെ നമുക്ക് അത് കാണാമല്ലോ വെള്ളമൊക്കെ. അപ്പം ദണ്ഡരൂപ ലംബസ്ഥാനീയ പൂർണ്ണ വൃത്താകാര സ്ഫടിക നിർമ്മിത സുതാര്യ പാനപാത്രം. ഇത് നമ്മൾക്ക് ഇതൊക്കെ ഇതിൻ്റെ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. KSRTC ഹരിതവർണ്ണ ത്വരിതഗമന രാജശകടം, അതും പ്രാക്ടീസാണ്. നമ്മൾ പണ്ട് പഠിക്കുമായിരുന്നു സ്വിച്ച്, വൈദ്യുത ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ വാക്കുകൾ നമുക്ക് മെമ്മറിയിലോട്ട് കൊണ്ടുവരാൻ ഒക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ 193 രാജ്യങ്ങളെ വളരെ നിഷ്പ്രയാസം പഠിച്ചു. അതെ, ഇത് ഏവർക്കും നമുക്ക് ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്ക് എല്ലാം, ഇത് മുതിർന്നവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനെന്ത് വേണം, നമുക്കിത് ചെയ്യണം എന്നുള്ളത് ദൃഢനിശ്ചയം ഉണ്ടാവണം, ഇൻട്രസ്റ്റ് വേണം. താല്പര്യമില്ലാതെ നമ്മൾ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ ഒന്നും നടക്കില്ല. അപ്പോൾ താല്പര്യവും ക്ഷമയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് കാര്യവും, എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഇത് എന്താണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മറക്കാത്ത അവസ്ഥയിലേക്ക് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പീരിയോഡിക് ടേബിൾസിൻ്റെ എലമെൻറ്റ്സ് 118 എലമെൻറ്റ്സ് ഉണ്ട്. അതിനെ വേണമെങ്കിൽ ഒരു സെക്കൻഡിനുള്ളിൽ നമുക്ക് പറയാം. ഹൈഡ്രജൻ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഓർഗാനിസത്തിൽ അവസാനിക്കുന്ന 118 എലമെൻറ്റ്സ് ഉണ്ട്. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രോ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം, സ്കാനി, ടൈറ്റൻ, ക്രോമിയം, മാഗ്നീസ്, അയൺ, കോബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്, ഗാലി, ജർമ്മനി, ആഷ്ലസിൻ, ബ്രോമിൻ, ക്രിപ്റ്റോ, റൂബിഡി, സ്ട്രോൺ, ഷീറ്റ്, സിർക്കോണിയം, മോൾഡൻ, ടെക്നിക്സ്, റുത്തേനിയം, പല്ലാഡി, സിൽവർ, കാഡ്മിയം, ഇൻഡിയം, ആനിമൽ, തെയോറിയ, സിനോൺ, സീസിയം, ബെറിൽ, ആന്ത്രിൻ, സെറിയം, പ്രസിഡന്റ്, നിയോഡിയം, ബ്രോൺതി, സെമറി, യൂറോപ്യൻ, ഗോൾഡ്, ഡിസ്പ്രോസ്, ഹോളിപ്പർ, തുളി, ഇറ്റർബി, ലൂട്ടേഷ്യ, ടാൻ, ടങ്സ്റ്റൺ, റീനി, ഓസ്മിറേറ്റ്, ബ്ലാക്ക് ഗോൾഡ്, മെർക്കുറി, തുളി, ബിസ്മത്ത്, പൊളോണിയ, അസ്റ്റർ, റംബ്രൻസ്, റേഡിയോ ആക്ടിൻ, തോറിയ, പൊട്ടാക്, യൂറേനിയം, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, അമേരിക്ക, കൊറിയ, ബെർക്കലി, ഹാലിഫോർണിയ, എസ്റ്റി, ഫെർമിയം, ബെന്റലി, നോവൽ, ദുർഫോറി, ഡുബിനിയ, സിബറി, ഭോഗരി, ഹാസ്യം, മെറ്റ്നർ, ദംസ്റ്റാക്ഷ്യം, റോഞ്ചനി, കോപ്പർനിഷൻ, ഫ്ലോറോമോസ്കോ, ലിവർമോറിൻ, ടെന്നസ്, ലാസ്റ്റ് വൺ ഓർഗാനിസൻ. വായിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ, ഇത് എവിടെന്നാ ഇത് വരുന്നതെന്നേ. ഇങ്ങനെ വളരെ സ്പീഡിൽ ആൽഫബറ്റിക് ഓർഡറിലായിട്ട് പറയാനായിട്ട് എല്ലാ മനുഷ്യർക്കും സാധിക്കുമോ? അഥവാ ഇതിനെന്തെങ്കിലും പ്രാക്ടിക്കലായിട്ടുള്ള റിഹേഴ്സലോ അങ്ങനെ എന്തെങ്കിലും മെമ്മറി പവർ ടെസ്റ്റിങ്ങോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധ്യമായിട്ടുള്ളതാണ്? എല്ലാ മനുഷ്യർക്കും സാധ്യമാവുന്നതേ ഉള്ളൂ. പക്ഷേ അവരെന്ത് വേണം, ഈ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. മെമ്മറി മന്ത്രം എന്ന് പറയുന്നതാണ്. എന്ത് കാര്യവും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റിപ്പീറ്റ് ആൻഡ് റിട്രീവ്, എന്ത് കാര്യം നമ്മൾ പഠിക്കുന്ന ഒരു 5 കാര്യമായിക്കോട്ടെ, ആ 5 കാര്യം നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാനിത് എപ്പോഴും സദാസമയവും ക്ലാസ്സുകൾ തോറും ഇത് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊരു ടാഗ് ലൈനും ഉണ്ട്, സ്പീഡ് മാൻ ഓഫ് വേൾഡ്. താങ്കൾ എഴുതിയ ഓർമ്മയിലെ രസതന്ത്രം എന്ന പുസ്തകത്തിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ച്, ഈ തലയിലെ കോശങ്ങളെക്കുറിച്ചും ന്യൂറോണുകളെക്കുറിച്ചും വളരെയധികം ടെക്നിക്കലായിട്ട് ഫിസിക്കലായിട്ടുമുള്ള പല പല കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സിസ്റ്റമാറ്റിക്കലായിട്ടൊന്ന് പറയാൻ കഴിയുമോ? നമ്മൾ ഓർമ്മയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്, ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് തലച്ചോറാണ്.
തലച്ചോറിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 1400 ഗ്രാമാണ്, 1.4 ആണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ രേഖപ്പെടുത്തി വെക്കുന്ന ഭാഗമാണ് സിനാപ്റ്റിക് കണക്ഷൻസ് എന്ന് പറയും. മുൻ തലമുറ, അതായത് അവർ പഠിച്ച കാര്യങ്ങൾ അവരുടെ തലയിൽ ഉറച്ചു പോയി എന്നതുകൊണ്ടാണ് ബാക്കി മക്കളുടെ അടുത്ത് അവർ പറഞ്ഞു കേൾപ്പിക്കും മാതാപിതാക്കന്മാർ. എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പം പദ്യങ്ങളായാലും ഗദ്യങ്ങളായാലും ഓരോ പാഠഭാഗങ്ങൾ പഠിച്ച് ഉറയ്ക്കുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ തലച്ചോറിൽ. ആ ഭാഗമാണ് ഹിപ്പോ കാമ്പസ്. ഞാനൊരു 33 വർഷം പ്രീ ഡിഗ്രിക്ക് പഠിച്ച പ്രിയാമ്പിൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വാട്ട് ഈസ് പ്രിയാമ്പിൾ ഉണ്ട്, ആ മുഖം ഇപ്പം നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഭാഗം ഇപ്പം സ്കൂളുകളിലെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കൊല്ലം ജില്ലയെ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിച്ച അതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും കൊണ്ടുപോയി ഒട്ടിച്ചു. പക്ഷേ വാട്ട് ഈസ് പ്രിയാമ്പിൾ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അത് ഇപ്പോഴും ഞാൻ 33 വർഷം അതിൻ്റെ ഹിപ്പോ കാമ്പസ് എന്ന് പറയുന്ന തലച്ചോറിൽ ഉറച്ചു പോയതുകൊണ്ടാണ് അത് നല്ല പച്ചവെള്ളം പോലായി. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and it to secure to all its citizens. അതായത് പരമാധികാരമായാലും ജനാധിപത്യപരമായാലും സോഷ്യലിസമായാലും ഇത് നിങ്ങളുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. അതായത് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, അതായത് തുല്യത വേണം, സമത്വം വേണം, സ്വാതന്ത്ര്യം വേണം, സാഹോദര്യം വേണം. ഈ ഇത്രയും ഭരണഘടന നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ച് നിങ്ങൾക്ക് തന്നെ തന്നിരിക്കുകയാണ്. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഹിപ്പോ കാമ്പസ് തലയിൽ ഉറച്ചു പോയി. ഇപ്പോഴും രക്ഷകർത്താക്കൾ പറയുന്നുണ്ട് വിബ്ജിയോർ, അതൊരു ഓൾഡ് ഈസ് ഗോൾഡ് ഒരു ടിപ്സാണ്, ഒരു ഫോർമുലയാണ്. അതായത് വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ നമ്മളെ മഴവിലിൻ്റെ കളറുകളെല്ലാം ഒപ്പിയെടുത്ത പണ്ട് അത് തയ്യാറാക്കിയ ആൾക്കാർ അത് ടിപ്സാക്കി മാറ്റി. എത്രയോ തലമുറകൾ പഠിച്ച് പഴകിയ ഓൾഡ് ഈസ് ഗോൾഡ് ടിപ്സാണ് വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. സർ ഐസക് ന്യൂട്ടൻ്റെ കളർ പ്രിസംസ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അത്രയ്ക്ക് രസകരമായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു ടിപ്സിലൂടെ നമ്മൾ ഇതൊന്ന് ചുരുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്നും ഇത് ഓർത്തെടുക്കാം. ഇത്ര പ്രായഭേദമന്യേ ഏത് വ്യക്തികൾക്കും നമുക്കത് ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു സമയം. നമുക്ക് ഈ അൽഷിമേഴ്സ് മറവിരോഗം കൂടുതലായി കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അലഞ്ഞ് തിരിഞ്ഞിറക്കുന്ന പ്രവണത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് സ്ത്രീകളിലാണെങ്കിലും ഇത് പുരുഷന്മാരിൽ ഇത് വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതിനൊരു മരുന്ന് കണ്ടുപിടിച്ച് കോടിക്കണക്കിന് പൈസ കൊടുത്ത് രാജ്യവ്യാപകമായിട്ട് അതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് കൊറോണയ്ക്കും കോവിഡിനൊക്കെ പെട്ടെന്ന് അടിച്ചു കൂട്ടി മരുന്ന് കണ്ടുപിടിച്ചു. പക്ഷേ ഇതിനൊരു മരുന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധ്യമായിട്ടില്ല. ഡോക്ടർക്ക് ഈ ഡോക്ടറേറ്റ് കിട്ടിയതിൻ്റെ ആ ഒരു യൂണിവേഴ്സിറ്റിയും അതിൻ്റെ ഡിലീറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ ഒരു വിശദീകരണം. അത് എനിക്ക് 2023 ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി, അതായത് അവിടെ ആസ്ഥാനം USA ആണെങ്കിലും അത് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അവരാണ് എനിക്ക് ഈ ഡീലിറ്റാണ്, ഹോണററി ഡീലിറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളൊരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം നമുക്ക് ഈ ഡോക്ടറേറ്റ് ഡീലിറ്റ് നമുക്ക് ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് കിട്ടിയിരിക്കുന്നത്.